ഹായ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ഞാൻ രാവിലെ കഴിക്കുന്ന എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ചെറുപയർ പുഴുങ്ങിയതാണ്. ഇതൊരു അരപാത്രത്തോളം ഉണ്ട്. പിന്നെ എത്രത്തോളം കഴിക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. ഞാൻ ചെറുപയർ വെറുതെ ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി ശർക്കരയും പിന്നെ ഇച്ചിരി തേങ്ങയും കൊണ്ടിട്ട് കേട്ടോ. ഇച്ചിരി ഒരു ഹെൽത്തി ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ പയർ പുഴുങ്ങി കഴിക്കുന്നത് നല്ല ഹെൽത്തി അല്ലേ? ആക്ച്വലി ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ വല്യമ്മച്ചി ഓർമ്മ വന്നു. പണ്ട് കാലത്തൊക്കെ നമുക്ക് തരുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ ഇതൊക്കെ അല്ലേ, പയർ പുഴുങ്ങിയത്, കഞ്ഞി, ഇതൊക്കെ അല്ലേ. അപ്പം ഇന്ന് ഞാൻ അതൊക്കെ ഓർക്കാനൊരു കാരണമായി. പിന്നെ അതിലൂടെ ഞാൻ വിചാരിച്ചെന്നാൽ ശരി, ഒന്ന് കുറച്ചൊന്ന് ഹെൽത്ത് കോൺഷ്യസ് ആവണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ കുറച്ച് ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് അരിയാഹാരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം നടക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിക്കുന്ന ദിവസം ഒന്ന് മാറ്റി പിടിക്കാറുണ്ട്. 2 ദിവസം അങ്ങനെ പോകും, 3ൻ്റെ അന്ന് എന്താവുന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പിന്നെ ചായ മുഴുവനായിട്ടൊന്ന് ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചായ കുടിച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഗ്യാസ്ട്രിക്കിൻ്റെ ഒരു പ്രോബ്ലം പോലെ എന്തൊക്കെയോ ഒരു അൺകംഫർട്ട് ഫീൽ ആവുന്നു. അപ്പോൾ ഞാനന്ന് ചായ ഒന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇന്ന് ഞാൻ ചായ ഇടത്തില്ല എന്ന് വിചാരിച്ച് പച്ചയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെറുതായിട്ട് ചായ വെച്ചിട്ട് ഒരല്പം കുടിച്ചതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ചായ ശരിയാവുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മാറ്റി പിടിച്ച് ഞാൻ ഇച്ചിരി ചായക്ക് പകരം ഇച്ചിരി പാൽ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കഴിക്കാൻ എടുത്തേക്കുന്നത്. എത്രത്തോളം കഴിക്കും എന്നുള്ളത് അറിയത്തില്ല. പിന്നെ ഞാൻ പാലിനകത്ത് ഞാൻ പഞ്ചസാര ഒന്നുമല്ല ചേർത്ത കേട്ടോ. മറ്റേ ഇത് ലയൺ ഡേറ്റ്സിൻ്റെ സിറപ്പ് അതാണ് ഒഴിച്ചേക്കുന്നത്. ഇതൊക്കെ എത്രത്തോളം അതാണ് അതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാവരും എന്താ കഴിച്ചത് രാവിലെ? അപ്പോൾ ഞാൻ പയർ പുഴുങ്ങിയതാണ് ഇന്ന് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ എങ്കിൽ ചെറുപയർ പുഴുങ്ങിയത് പണ്ട് പോലെ എനിക്കിഷ്ടമാണ്. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പുട്ടിന് പയർ പുഴുങ്ങിയതൊക്കെ കഴിക്കാറില്ലേ, പയർ പുഴുങ്ങിയതും പപ്പടമൊക്കെ. ഇതിൻ്റെ കൂടെ പപ്പടം കൂടെ ഉണ്ടായിരുന്നത് സൂപ്പറായിരുന്നു. പക്ഷെ പപ്പടം കൂടെ ചേർക്കുമ്പോൾ അതൊരു ഹെൽത്തി ആവില്ലല്ലോ, അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചാൽ. അത് തന്നെയല്ല, പപ്പടം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയർ ഇരുന്നത് അങ്ങനെ പുഴുങ്ങിയതാണ്. അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വെറുതെ ചുമ്മാതെ എൻ്റെ കൂട്ടുകാർ എന്നെ മറന്നു പോരെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടേന്ന് ഓർമ്മിപ്പിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.